ഓക്കെ, ഹലോ എവരിവൺ. നമ്മളിന്ന് ഡിസൈൻ ബ്ലോക്ക് 2ലേക്ക് പോവാണ്. ഓപ്പറേഷൻ പ്ലാനിങ് ആൻഡ് കൺട്രോൾ. ഓക്കെ, വലിയ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ഉണ്ടെന്ന് വിചാരിക്കേണ്ട, സിമ്പിളായിട്ട് എഴുതി പോകാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ പ്ലാനിങ് ആൻഡ് കൺട്രോളിങ് ആണ് എന്തിൻ്റെയൊക്കെയാണ്? മാസ് പ്രൊഡക്ഷൻ്റെ, ബാച്ച് പ്രൊഡക്ഷൻ്റെ, ജോബ് ഷോ പ്രൊഡക്ഷൻ്റെ, പിന്നെ പ്രോജക്റ്റുകളുടെ അകത്ത് നമ്മൾ പെർട്ട് എന്നും CPM എന്നും 2 മെത്തേഡ് പഠിക്കും. അത് പ്രാക്ടിക്കലി ചെയ്യാനൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല, സിമ്പിളായിട്ട് വെക്കുന്നേ ഉള്ളൂ. ഓക്കെ, പിന്നെ മാസ് പ്രൊഡക്ഷൻ നമ്മൾ കണ്ടായിരുന്നു. ബാച്ച് പ്രൊഡക്ഷൻ കഴിഞ്ഞാലും ജസ്റ്റ് ഡിസ്കസ് ചെയ്തായിരുന്നു. പുതിയതായിട്ട് വരുന്നതാണ് ജോബ് ഷോ പ്രൊഡക്ഷൻ. ഓക്കെ, ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ പേര് പറയുന്ന പോലെ എന്താണ്, ചെറിയ പരിപാടിയാണ്. നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുന്ന പരിപാടികളുണ്ടല്ലോ. മാസ് പ്രൊഡക്ഷൻ പോലെയല്ല, ബാച്ചുകളായിട്ടുമല്ല, പകരം കസ്റ്റമേഴ്സിൻ്റെ നീഡ്സ് അനുസരിച്ച് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുന്ന പരിപാടിയാണ്. അതിൻ്റെ പ്ലാനിങ് എങ്ങനെയാണ്, കൺട്രോളിങ് എങ്ങനെയാണെന്നൊക്കെ അപ്പോൾ ഈ പറഞ്ഞ മൊത്തത്തിൽ എല്ലാത്തിൻ്റെയും പ്ലാനിങ്ങും കൺട്രോളിങ് എങ്ങനെയാണെന്നുള്ളതാണ്. നമുക്ക് ക്വസ്റ്റ്യൻസ് എന്തൊക്കെ വന്നിട്ടുണ്ടെന്ന് നോക്കി ആൻസേഴ്സിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ആകെയുള്ളൊരു ചോദ്യം എന്താണ് ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ് എന്നുള്ളതാണ്. ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ് പ്രോജക്റ്റിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു മെത്തേഡാണ്, ഒരു കൺട്രോളിങ് മെത്തേഡാണ്. നമുക്ക് നോക്കാം എന്താണെന്ന്. അപ്പോൾ നമ്മുടെ മെറ്റീരിയൽ പറയുന്ന ഇതാണ് ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ് എന്ന് പറയുന്നത്. ഇത് തന്നെയാണ് പരിപാടി. നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു നെറ്റ്വർക്ക് നോക്കി. അപ്പോൾ ആ നെറ്റ്വർക്കിൻ്റെ അകത്ത് ഒരു ക്രിട്ടിക്കൽ പാത്ത് കാണാം. ക്രിട്ടിക്കൽ പാത്ത് എന്ന് പറയുന്നത് എന്താ പറയുക, നമുക്ക് ആ നെറ്റ്വർക്കിൻ്റെ അകത്ത് കൂടെ സഞ്ചരിക്കാനുള്ള ഏറ്റവും നീളം കൂടിയ പാത്തായിരിക്കും ക്രിട്ടിക്കൽ പാത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ് നോക്കുന്നത് എന്തെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം എന്ത് കണ്ടുപിടിക്കും, ഈ പറഞ്ഞ ക്രിട്ടിക്കൽ പാത്ത് കണ്ടുപിടിക്കും. അപ്പോൾ എന്തിനാണ് ക്രിട്ടിക്കൽ പാത്ത് കണ്ടുപിടിക്കുന്നത്? ഇതിൽ ഏതെങ്കിലും ഒരു സ്ഥലത്തിൽ നിന്ന് മറ്റേ സ്ഥലത്തേക്ക് എത്താൻ ഡിലേ ആയിപ്പോയാൽ ഹോൾ പ്രോജക്റ്റ് വിൽ ബി ഡിലേഡ് എന്നാണ് പറയുന്നത്. അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ക്രിട്ടിക്കൽ പാത്ത് എടുക്കുന്നത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇതൊരു ഗോഡൗൺ ആണ് വിചാരിക്കുക. ഓക്കെ, ഇവിടെ നിന്ന് 3 വണ്ടികൾ സാധനം കൊണ്ട് പോകുന്നു പല സ്ഥലങ്ങളിലായിട്ട്. അപ്പോൾ ഈ കാണുന്നതെല്ലാം ഈ ഗോഡൗണിന് സാധനങ്ങൾ എത്തിക്കാനുള്ള സ്ഥലങ്ങളാണ് വിചാരിക്കുക. ഫൈനൽ ഡെസ്റ്റിനേഷനാണ് ഇവിടെ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ പാത്ത് കാണിക്കുന്നുണ്ട്, ഇവരുടെ ഈ വണ്ടിയുടെ ജേണിയാണ് ഈ കാണിക്കുന്നത്. ഇവിടെ എത്തുമ്പോൾ ഈ വണ്ടിയുടെ ജേണി കഴിഞ്ഞ് ഇത് ഇങ്ങോട്ട് പോയി അങ്ങനെയുള്ള ജേണിയാണ് കാണിക്കുന്നതെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ നീളമുള്ള പാത്ത് ഏതാണ്? ഇതൊന്ന് കണക്ട് ചെയ്താണ് പോകുന്നത്. മനസ്സിലായി, നമുക്ക് ചിലവ് കുറയ്ക്കാൻ വേണ്ടി ഒന്ന് കണക്ട് ചെയ്താൽ പോകുന്നത്. അപ്പോൾ ഈ കണക്ട് ചെയ്ത് പോകുന്നതിന് ഏറ്റവും നീളം കൂടിയ പാത്ത് ഏതാണോ അതിനാണ് ക്രിട്ടിക്കൽ പാത്ത് എന്ന് വിളിക്കുന്നത്. എന്തിനാണ് ഈ ക്രിട്ടിക്കൽ പാത്ത് നമ്മൾ കണ്ടുപിടിക്കുന്നത്? ഈ ക്രിട്ടിക്കൽ പാത്തിൽ ഏതെങ്കിലും ഒരു കണക്ഷൻ, ഏതെങ്കിലും ഒരു സ്ഥലത്തിൽ നിന്ന് മറ്റേ സ്ഥലത്തേക്ക് പോകാനുള്ള ടൈം ഡിലേ ആയി പോയി കഴിഞ്ഞാൽ ഹോൾ പ്രോജക്റ്റ് ഡിലേ ആയി പോകും. അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്രിട്ടിക്കൽ പാത്ത് കണ്ടുപിടിക്കുന്നത്. ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇതാണ് ഇതിൻ്റെ ഏറ്റവും ഹാർട്ടായിട്ടുള്ളൊരു പാർട്ട്. ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ ഒഴിവാക്കാമെന്നുള്ള സാധനങ്ങളാണ്. കാര്യം ഈ പോകുന്ന പോക്കിൽ തന്നെ കൊണ്ട് കൊടുക്കുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ഒഴിവാക്കാൻ പറ്റുന്ന സാധനങ്ങളാണ്. ഇതിൻ്റെ ഒരു ഹാർട്ടായിട്ടുള്ള പാത്ത് എന്ന് പറഞ്ഞാൽ ഇതാണ്. കണ്ടുപിടിക്കുന്നതിന് മെത്തേഡുണ്ട്. മാത്തമെറ്റിക്കലിയാണ് കണ്ടുപിടിക്കുന്നത്. വെറുതെ ഇങ്ങനെ പടം വരച്ച് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. തൽക്കാലം അതിലേക്കൊന്നും പോകുന്നില്ല. മാത്തമെറ്റിക്സ് അതിനകത്ത് പറയില്ല എന്നുള്ളതുകൊണ്ട് അതിലേക്ക് പോകുന്നില്ല. ഒരു ബേസിക് ഐഡിയ ഉണ്ടാക്കുക, എന്താണ് ക്രിട്ടിക്കൽ പാത്ത്, എന്താണ് ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ്. ഓക്കെ, ഇവരിവിടെ കണക്ട് ചെയ്യുന്നുണ്ടോ? ഇല്ല, ചെയ്യുന്നില്ല. എന്തായാലും ഉണ്ട് കണക്ക്. നമ്മൾ അവസാന നിമിഷം പഠിക്കാൻ നിൽക്കേണ്ട. ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ട് കണ്ടിട്ടില്ല, ഇതുവരെ ചോദിച്ച് കണ്ടിട്ടില്ല. അതുകൊണ്ട് പഠിക്കാൻ നിൽക്കാൻ മീൻസ് അതൊരു ഓപ്പറേഷൻ മാനേജ്മെൻറ്റ്, അത് പെട്ടെന്ന് വെച്ചാൽ സാധനമൊന്നുമല്ല. ലീവ് ഇറ്റ്, പേടിക്കേണ്ട. ഓക്കെ, ബേസിക് ഐഡിയ എന്താണ് പിന്നെ ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ് എന്നുള്ളതിനെ കുറിച്ച് ബേസിക് ഐഡിയ ഉണ്ടാക്കി വയ്ക്കുക. ഈ ഒരു വണ്ടി പോകുന്നതിൻ്റെ ആ ഒരു കഥ ഒന്ന് മനസ്സിലുണ്ടാവട്ടെ, കുറച്ചുകൂടെ പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്തൊരു ചോദ്യം വന്നിരിക്കുന്നത് ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ മാസ് ആൻഡ് ബാച്ച് പ്രൊഡക്ഷൻ എന്നാണ്. നമ്മുടെ ഡിസംബർ 2022 ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടൊരു ചോദ്യമാണ്. ടെക്സ്റ്റിൽ കറക്റ്റ് ആപ്റ്റായിട്ട് ആൻസർ പറയുന്നില്ല. നമ്മൾ പഠിച്ചത് ചെയ്യണം, അതാണ് സത്യത്തിൽ ചെയ്യേണ്ടത്. ബട്ട് സ്റ്റിൽ നമുക്ക് പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ വേറൊരു ഗൂഗിളിൽ കണ്ടൊരു സാധനം കാണിച്ചു തരാം. ഓക്കേടാ, ഈ 3 ടൈപ്പ് ഓഫ് പ്രൊഡക്ഷൻ തമ്മിലുള്ള ഡിഫറൻസ് ഇവിടെ പറയുന്നുണ്ട്. പലപ്പോഴും മറിച്ച് തേച്ചൊക്കെ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ജോബ് ഓർഡർ, ബാച്ച്, മാസ്. ഓക്കെ, വോളിയം എന്ന് പറയുന്നത് ജോബ് ഓർഡറിൽ എപ്പോഴും കുറച്ച് കാണത്തുള്ളൂ. നമ്മളിപ്പോൾ തയ്യൽ കടക്കാരൻ്റെ ജോലി എന്ന് പറയുന്നത് മനസ്സിലായില്ലേ? തയ്യലിൻ്റെ കാര്യം തന്നെ നോക്കി, തയ്യൽ കടക്കാരൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ ഇവിടെ ആയിരിക്കും. ഇത് ഒരു സ്മോൾ സ്കെയിൽ ജോലി ചെയ്യുന്ന ഒരുത്തിനായിരിക്കും. ഇത് ലാർജ് സ്കെയിൽ ജോലി ചെയ്യുന്നൊരു പിന്നെ എന്താണ് ഡ്രസ്സ് മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിയെക്കുറിച്ച് ചിന്തിക്കാം. അപ്പോൾ നമ്മൾ പീറ്റർ ഇംഗ്ലണ്ട് പോലത്തെ കമ്പനികൾ എന്ത് ചെയ്യും, അവർക്ക് മാസ് പ്രൊഡക്ഷൻ ചെയ്യാൻ പറ്റും. എന്നാൽ ചെറിയ സ്കെയിൽ വർക്ക് ചെയ്യുന്നവർ ഒരു ബാച്ചായിട്ട് അവർക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്നാൽ തയ്യൽക്കാരൻ എന്ന രീതിയിൽ ചിന്തിക്കുമ്പോൾ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, 1-2 കുറച്ച് ഓർഡേഴ്സ് കിട്ടുന്നതേ ഉള്ളൂ. അപ്പോൾ പ്രത്യേകത എന്താ, ഇയാൾ ആൾക്കാരുടെ ഇഷ്ടം അനുസരിച്ച് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുന്നു. ഇയാൾ അങ്ങനെ ഒരുപാട് വെറൈറ്റി സാധനങ്ങൾ ഇറക്കി പിന്നെ എന്താ ചെയ്യുന്നത്,
അങ്ങനത്തെ രീതിയിൽ പോകുന്നു. ഓരോ ബാച്ചിൽ ഓരോ പ്രത്യേക സാധനം അങ്ങനത്തെ രീതി ചെയ്തു പോകുന്നു. ഇവിടെ എന്താ ചെയ്യുന്നത്? ഹ്യൂജ് ക്വാണ്ടിറ്റിക്കാണ് അവിടെ ഇമ്പോർട്ടൻറ്റ്. ഹ്യൂജ് ക്വാണ്ടിറ്റി ഔട്ട്പുട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. ഓക്കെ, ഇനി പ്രൊഡക്റ്റിൻ്റെ വെറൈറ്റി. ഇയാൾക്ക് ഇവിടെ ഒരുപാട് വെറൈറ്റി കാണും. കാര്യം എന്തുകൊണ്ടാണ്? ഓരോ ഡ്രസ്സും അവർ പറയുന്ന രീതി കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുകയാണ് ഈ ജോബ് ഓർഡർ. ആ തയ്യൽക്കാരൻ്റെ കഥ ഒന്ന് മനസ്സിലുണ്ടായിരുന്നാൽ മതി. എന്നാൽ ബാച്ച് ഒരുവിധം ഉണ്ട്. പക്ഷേ ഏറ്റവും കുറവ് വെറൈറ്റി ഉണ്ടാകുന്ന എവിടെയാണ്? മാസ് പ്രൊഡക്ഷനിൽ. അവരെന്താ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്? വെറൈറ്റി കൊണ്ടുവരുന്നതെന്നല്ല, ചെയ്യുന്നതിൻ്റെ ഹ്യൂജ് ക്വാണ്ടിറ്റി ചെയ്ത് പോകണമെന്നുള്ളതാണ്. അപ്പോൾ വെറൈറ്റി ഏറ്റവും കുറവ് മാസിലായിരിക്കും. ഓക്കെ, പിന്നെ ലേഔട്ടിനെ കുറിച്ച് പറയുന്നുണ്ട്. ഓക്കെ, അത് വലിയൊരു ഡിഫറൻസ് ആയിട്ട് പറയാൻ പറ്റില്ല. കാര്യം രണ്ടിടത്ത് ഇത് പറയുന്നുണ്ട്, ഡിഫറൻസ് ആയിട്ട് ഞാൻ കണക്കിലെടുക്കുന്നില്ല. സെറ്റപ്പ് ടൈം, ഏറ്റവും കൂടുതൽ സെറ്റപ്പ് ടൈം എടുക്കുന്നത് ഇവിടെ ആയിരിക്കും. ജോബ് ബോർഡല്ലേ. കാര്യം എന്തുകൊണ്ടാണ്? കസ്റ്റമൈസ്ഡ് ആണ്. അവരുടെ റിക്വയർമെൻറ്റുള്ള സാധനങ്ങൾ കണ്ടെത്തണം. ഇവർ റെപ്പറ്റേറ്റീവ് ആണ്. ഇവർക്ക് കൃത്യമൊരു ചാനലുണ്ട്, എങ്ങനെ പോകണമെന്ന് അവർക്കറിയാം. അതുകൊണ്ട് ഇവരുടെ സെറ്റപ്പ് ടൈം വളരെ ലോ ആയിരിക്കും. മാനുഫാക്ചറിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ ഇവർ ഒരുപാട് സമയം എടുക്കും. കാര്യം അറിയാമല്ലോ, അത് ചിന്തിച്ചാൽ തയ്യൽക്കാരൻ്റെ കാര്യം ചിന്തിച്ചാൽ മതി. ഇവിടെ ഒരു കൃത്യ സിസ്റ്റം ഉണ്ട്. ഇന്നത് ചെയ്തു, അടുത്ത പ്രോസസ്സിലേക്ക് പോയി, അടുത്ത പ്രോസസ്സിലേക്ക് പോയി, അങ്ങനെ വളരെ കുറച്ച് ടൈം മതി ഒരു യൂണിറ്റ് മാനുഫാക്ചർ ചെയ്യാൻ. എന്നാൽ ഇവിടെ മീഡിയം രണ്ടിൻ്റെ ഇടയ്ക്ക് വിടുന്ന ഒരു ടൈമാണ് ബാച്ചിൽ എടുക്കുന്നത്. പിന്നെ മെറ്റീരിയലിൻ്റെ ഫ്ലോ എങ്ങനെയായിരിക്കും? ഡിസ്കണ്ടിന്യൂസ് ആയിരിക്കും. ഒരു കാരണവശാലും യൂണിഫോം ആയിരിക്കാൻ സാധ്യതയില്ല. കാര്യം എന്താ? ഈ പറഞ്ഞ പോലെ ഓരോരുത്തർ വന്ന് ഓർഡർ കൊടുക്കുന്നു, ഓർഡറിലുള്ള സാധനം എടുക്കുന്നു, അപ്പോൾ പണി ചെയ്യുന്നു, അങ്ങനെയാണ്. ഇവിടെയും അങ്ങനെ ആവണ സാധ്യതയില്ല. ബട്ട് ഇവിടെ വളരെ പക്കയായിട്ടുള്ളൊരു ഫ്ലോ ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, പിന്നെ പറയുന്നു എക്യുപ്മെൻ്റ് മെഷീനറി ജനറൽ പർപ്പസ് മതി എന്ന് ഇവർക്ക്. എന്താ വലിയ കസ്റ്റമൈസ്ഡ് സാധനങ്ങൾ, കസ്റ്റമൈസേഷൻ ഉണ്ടെങ്കിൽ കൂടി വലിയ ഒരു ഇതില്ല, വലിയ ഹ്യൂജ് കോസ്റ്റുള്ള സാധനങ്ങൾ വാങ്ങിക്കാനുള്ളൊരു സംഭവം കാണത്തില്ല ഇവർക്ക്. വലിയൊരു ഓർഡർ കാണത്തില്ല ഇവർക്ക്. ജനറൽ പർപ്പസും വേണം, ഹൈ പ്രൊഡക്ഷൻ റേറ്റിലുള്ളതും വേണം. ഇവർക്ക് ഓരോന്നിനും സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സാധനങ്ങൾ വേണ്ടി വരും. ഇപ്പോൾ തയ്യലിൻ്റെ കാര്യം തന്നെ ആലോചിക്കുകയാണെങ്കിൽ ഇവിടെ ഇയാൾ കൈകൊണ്ട് ബട്ടൺസ് തയ്ക്കുന്നു, ബാക്കിയുള്ള മെഷീൻ ചെയ്യുന്ന അങ്ങനെയൊക്കെ ആയിരിക്കും. ഇവിടെ തുണി കീറാൻ ഒരു മെഷീനായിരിക്കും, അത് തയ്ക്കാൻ വേറെ മെഷീനായിരിക്കും, ബട്ടൺസ് ചേർക്കാൻ വേറൊരു യൂണിറ്റ് ആയിരിക്കും. അങ്ങനെ ഡിവൈഡ് സ്പെഷ്യലൈസ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഈ ഒരു ഡിഫറൻസ് മനസ്സിലുണ്ടാവട്ടെ. എവിടെയെങ്കിലുമൊക്കെ തിരിച്ച് മറിച്ചും ചോദിക്കും. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകും. ഓക്കെ, അടുത്ത ജൂൺ 2023 ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് വരികയാണെങ്കിൽ ഞാൻ കണ്ടൊരു കാര്യം കാണിക്കാം. ഇവിടെ എന്താണ് ബാച്ച് പ്രൊഡക്ഷൻ, അതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണ്, ഡിസഡ്വാൻറ്റേജ് എന്താണ്, പിന്നെ ജോബ് പ്രൊഡക്ഷൻ്റെ ഫീച്ചേഴ്സ് എന്താണ്, മാസ് പ്രൊഡക്ഷൻ്റെ ബെനിഫിറ്റ്സ് എന്താണ്. അപ്പോൾ ഈ 3 ടൈപ്പ് ഓഫ് പ്രൊഡക്ഷനെ കുറിച്ചും ചോദിച്ചിട്ടുള്ള സ്ഥിതിക്ക് ഞാൻ എന്ത് ചെയ്യണം? അത് 3 ഒട്ടിച്ച് പറയുകയാണേ. ഓക്കെ, ഇതാ പെർട്ട് ഇവിടെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പെർട്ടും ഈ 3 കൂടെ നോക്കി വരാം. അപ്പോൾ എനിക്ക് തോന്നുന്നു അങ്ങോട്ടുള്ള പലതും കവറാവും. എന്നാലും നമുക്ക് നോക്കാം. ഏറ്റവും ആദ്യം ഫീച്ചേഴ്സ് ഓഫ് മാസ് പ്രൊഡക്ഷൻ പറയുന്നുണ്ട്. ഇതിൽ ചില ഹൈലൈറ്റഡ് ടേംസ് നോക്കി പോവുക. എന്താണ്? സ്മൂത്ത് ഫ്ലോ ഓഫ് മെറ്റീരിയൽ ഉണ്ടാവും അല്ലേ? ഒന്ന് ആലോചിക്കാം. നമുക്ക് മനസ്സിലൊരു ഇമേജ് വേണം. വലിയ ക്വാണ്ടിറ്റിയിൽ ഇപ്പം നമ്മൾ ക്ലോത്തിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് ക്ലോത്ത് മാനുഫാക്ചർ ചെയ്യുന്ന ആൾക്കാരെ വിചാരിച്ചാൽ മതി. ഓക്കെ, പിന്നെ ഇവിടെ പറയുന്നു, ഇതാ നോക്കിയാൽ വർക്ക് ഫ്രം വൺ പ്രോസസ് ഈസ് ഫിഡ് ഡയറക്റ്റ്ലി. അപ്പോൾ ഇൻവെൻട്രി കീപ്പ് ചെയ്യുന്നത് വളരെ കുറവായിരിക്കും. കാര്യം എന്താണ്? നമ്മൾ ഒരു പ്രോസസ്സ് ചെയ്യുന്ന അടുത്ത പ്രോസസ്സ് അങ്ങനെ സഞ്ചരിച്ച് കൊണ്ടേയിരിക്കും. ഒരു യൂണിറ്റിന് വേണ്ടി എടുക്കുന്ന ടൈം വളരെ കുറവായിരിക്കും. പിന്നെ അതിൻ്റെ യാത്ര ചെയ്യേണ്ട, ഒരു പ്രോസസ്സിൽ നിന്ന് അടുത്ത പ്രോസസ്സിലേക്കുള്ള യാത്രയുടെ സമയം വരെ എപ്പോഴും റെഡ്യൂസ്ഡ് ആയിട്ടുള്ള ലേ ഔട്ടായിരിക്കും ഇതിനുള്ളത്. പിന്നെ ഇവിടെ സ്കിൽഡ് ലേബേഴ്സ് തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. കാര്യം മാക്സിമം മെഷീൻസിനെ ആശ്രയിച്ച് ചെയ്തു പോകുന്നത്. അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സിൻ്റെ അകത്ത് ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് ആവശ്യം വരത്തുള്ളൂ. വലിയ കാര്യങ്ങളൊന്നും ഒരാൾ ഒറ്റയ്ക്ക് ചെയ്യേണ്ടി വരുന്ന അവസ്ഥ വരത്തില്ല. വളരെ എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പിന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റും. വലുതാണെങ്കിൽ കൂടി കൃത്യം ഓരോന്നിനും ഓരോ ഹെഡൊക്കെ കൊടുത്ത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഈ മാസ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സ്റ്റോറേജും കാര്യങ്ങളൊക്കെ വളരെ കുറച്ച് മതി എന്നുള്ളതാണ്. പിന്നെ ഡിസഡ്വാൻറ്റേജസ് പറയുന്നുണ്ട്. എന്താണ്? ഒരു മെഷീൻ ബ്രേക്ക് ഡൗൺ ആയാൽ മൊത്തം പ്രോസസ്സിനെയും അത് ബാധിക്കും. കാര്യം എല്ലാം കണക്റ്റഡ് ആണ് അല്ലേ? പിന്നെ ഉള്ളത്, ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നെങ്കിൽ ആ പ്രൊഡക്റ്റിനനുസരിച്ചായിരിക്കും നമ്മൾ പ്ലാന്റിൻ്റെ ലേ ഔട്ട് ഇരിക്കുന്നത്. അപ്പോൾ പ്രൊഡക്റ്റ് ചേഞ്ച് ചെയ്യേണ്ടി വന്നാൽ പ്ലാന്റ് മൊത്തത്തിൽ കുത്തിപ്പൊളിക്കേണ്ട ഒരു അവസ്ഥ വരും. പിന്നെ പേസ് പറയുന്നുണ്ട്, നമുക്ക് ജനറലായിട്ട് പറയാൻ പറ്റത്തില്ല, ഓരോന്നായിരിക്കും. ഐ ഡോണ്ട് എഗ്രി വിത്ത് ദാറ്റ്. സൂപ്പർവിഷൻ എന്ന് പറയുന്നത് അത്യാവശ്യം പണിയുള്ള പരിപാടിയാണ്. ഇൻവെസ്റ്റ്മെൻറ്റ് വളരെ കൂടുതലായിരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പല കാര്യത്തിനും എന്താണ് ഈ പറഞ്ഞ മാസ് പ്രൊഡക്ഷൻ വളരെ യൂസ്ഫുള്ളാണ്. പിന്നെ അവിടെ കുറേ കഥകൾ പറഞ്ഞിരുന്നു, കുറേ കണക്കുകൾ പറഞ്ഞിരുന്നു. എല്ലാം സ്കിപ്പ് ചെയ്ത് വേറൊന്നും കൊണ്ടല്ല, ക്വസ്റ്റ്യൻ പേപ്പർ ഇതുവരെ കണ്ടിട്ടില്ല. കണ്ടിട്ടുണ്ടെങ്കിൽ നോക്കാം.
ഓക്കെ, അത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് പോകേണ്ട ആവശ്യമില്ല. മാസ് പ്രൊഡക്ഷനെ കുറിച്ച് ഏതാണ്ട് ഒരു ധാരണ മനസ്സിലുണ്ടായിരുന്നാൽ മതി. ഇനിയാണ് ബാച്ച് പ്രൊഡക്ഷനിലേക്ക് വരുന്നത്. ബാച്ച് പ്രൊഡക്ഷൻ നമ്മൾ പറഞ്ഞ പോലെ വെറൈറ്റി ഓഫ് പ്രൊഡക്ഷനെ എന്ത് ചെയ്യുന്നു, ഡിഫറെൻറ്റ് ബാച്ചസ് ആയിട്ട് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ്. അഡ്വാൻറ്റേജസ് പറയുന്നുണ്ട്. മെഷീൻസിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് വളരെ ഒരു വലിയൊരു സാധനമാണ് കേട്ടോ. കാര്യം നേരത്തെ നമ്മൾ മാസിൽ പറഞ്ഞു, ഒരു സാധനത്തിൽ നിന്ന് അടുത്തയിലേക്ക് വരുമ്പോൾ ആദ്യത്തെ അവിടെ ഐഡിയലായിട്ട് കിടക്കുന്നു. പക്ഷേ ആ സാധനം എവിടെ ഇല്ല, ബാച്ചിലില്ല. എല്ലാ മെഷീൻസും മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്നു. സ്റ്റാഫുകളെ, മാൻ പവറിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്നു. ഫ്ലെക്സിബിലിറ്റി അത്യാവശ്യം വേണ്ട ഒരു സ്ഥലമാണ്. ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പാരിറ്റീവ്ലി ലോ ആണ്, മറ്റതിനേക്കാൾ കമ്പാരിറ്റീവ്ലി ലോ ആണ്. ജോബ് സാറ്റിസ്ഫാക്ഷൻ തോന്നുമെന്ന് പറയാനുള്ള കാര്യം ഒരുപാട് വെറൈറ്റി ഓഫ് ജോബ് അവിടെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, സൂപ്പർവിഷൻ എളുപ്പമാണെന്നൊക്കെ പറയുന്നു. ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത് ഇവരുടെ ഫ്ലോ എന്തല്ല, റെഗുലർ അല്ല. ഒന്ന് ക്രിയേറ്റ് ചെയ്യുന്നു, അടുത്ത ക്രിയേറ്റ് ചെയ്യുന്നു, മറ്റേ ഒറ്റ പ്രൊഡക്റ്റ് അല്ലാത്തതിൻ്റെ പ്രശ്നങ്ങൾ അവിടെ വരാം. പിന്നെ പ്രൊഡക്ഷൻ്റെ സിസ്റ്റം കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും, എടുക്കുന്ന ടൈം കൂടുതലായിരിക്കും. ഓഫ് കോഴ്സ് ഇൻവെൻട്രി കൂടുതലായിരിക്കും, വർക്ക് ഇൻ പ്രോഗ്രസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാര്യം ചിലപ്പം ഒന്ന് ചെയ്ത് പകുതി ഇട്ടിട്ട് ആ മെഷീൻ വെച്ച് വേറെ വല്ലതും ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് വർക്ക് ഇൻ പ്രോഗ്രസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സ്പേസും ക്യാപിറ്റലും ഓക്കെ അത്യാവശ്യം ഉണ്ടാവും. നല്ല സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാർ വേണ്ടി വരും. കാര്യം അറ്റ് എ ടൈം ഒരുപാട് ജോലി ചെയ്യേണ്ടി വരും. കേക്ക് ഉണ്ടാക്കുന്നവൻ തന്നെ അടുത്ത ബേക്കറിക്കകത്ത് പപ്സ് ഉണ്ടാക്കിയും കൂടെ ചെയ്യേണ്ടി വരും. അങ്ങനെയുള്ള ആൾക്കാർ വേണ്ടി വരും. കാര്യം അത് മാത്രം കേക്ക് മാത്രം ഉണ്ടാക്കുന്ന ഒരു യൂണിറ്റ് ആയിരിക്കില്ല ഒരു ബേക്കറി യൂണിറ്റ്, അല്ലേ? അങ്ങനത്തെ ഒരു പ്രശ്നം വരും. ഞാൻ ബേക്കറി യൂണിറ്റ് ബാച്ചിൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ മനസ്സിൽ നിൽക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, മനസ്സിലുണ്ടാവട്ടെ, കുറച്ചും കൂടെ ക്ലാരിറ്റി കിട്ടാം. ഇത്രയും കാര്യങ്ങളാണ് അതിൻ്റെ അടുത്ത് പറയുന്നത്. പിന്നെ ഒപ്റ്റിമൈസേഷൻ്റെ വരുമ്പോഴാണ് കണക്ക് വരുന്നത്. ഞാൻ അതിലേക്ക് തൽക്കാലം പോകുന്നില്ല, അപ്പോൾ അത്ര ഡെപ്തിലേക്ക് പറയേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇനി ജോബ് ഷോപ്പിൻ്റെ കാര്യം വരികയാണെങ്കിൽ, ഓക്കെ, അവർ ജോബ് പ്രൊഡക്ഷൻ്റെ കാര്യം വരികയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ അഡ്വാൻറ്റേജസ് ഒന്നും പറയുന്നില്ല, ആദ്യമേ പ്രശ്നങ്ങളാണ് പറയുന്നത്. പ്രശ്നങ്ങൾ നമുക്ക് ആലോചിക്കാമെന്നുള്ളതേ ഉള്ളൂ. എന്താണ്, ഒരു സിസ്റ്റം അല്ല, പ്രോപ്പർ സിസ്റ്റം ഒന്നും കാണത്തില്ല. ഇൻവെൻട്രിയുടെ ആവശ്യം വളരെ വെറൈറ്റി ആയിരിക്കും, ഒരുപാട് സമയം കളയുന്നതാണ്. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നിങ്ങൾ ആ ഒരൊറ്റ കാര്യം ആയിരിക്കും, തയ്യൽ കടക്കാരൻ എന്നുള്ളൊരു കോൺസെപ്റ്റ് ആയിരിക്കാം. ഒരു റെഡിമെയ്ഡ് വസ്ത്രം വിൽക്കുന്ന ഒരാളെ പോലെ അല്ല ഒരു തയ്യൽ കടക്കാരൻ്റെ അവസ്ഥയെന്ന് പറയുന്നത്. അയാൾക്ക് വരുന്നവൻ്റെ റിക്വയർമെൻറ്റ്, ചിലർ പറയും പാൻറ്റ് മറ്റെന്താണ് പെൻസിൽ ബീറ്റ് ആയിരിക്കണമെന്ന് പറയും, ചിലർ വേറൊരു സാധനം കൊടുത്ത് ഒരേ സാധനം തന്നെ പലർക്കും പല രീതിയിൽ ചെയ്ത് കൊടുക്കേണ്ടി വരുന്നുണ്ട്. അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ട്. പിന്നെ അവിടുത്തെ ഒരു പ്രോസ്പെക്റ്റ് കാണുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ എന്താണ്, പിന്നെ ഒരു പ്രോപ്പറായിട്ട് ഷെഡ്യൂൾ ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ, കൃത്യമായിട്ട് എല്ലാം മാനേജ് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരെക്കാൾ വലിയ ചാർജസ് ഇവർ വയ്ക്കുന്നുണ്ടല്ലേ. എന്തുകൊണ്ട് തയ്യൽ കടക്കാരന് വലിയ ചാർജസ് വയ്ക്കുന്നുണ്ട്. അതിനകത്തൊരു പ്രോഫിറ്റിനുള്ളൊരു സ്കോപ്പും ഉണ്ട്, സ്പെഷ്യലൈസേഷൻ. അപ്പോൾ നിങ്ങൾ മനസ്സിൽ കാണേണ്ടത് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുന്ന ആൾക്കാരുടെ പ്രൊഡക്ഷൻ എങ്ങനെയായിരിക്കും, അവരുടെ ഒരു പരിപാടി എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ഇവിടെ ജോബിൻ്റെ അകത്ത് വരുന്നത്. മെയിൻ ഐഡിയ അവിടെ നിന്ന് കിട്ടും. നമ്മൾ നേരത്തെ ഒരു കമ്പാരിസൺ നോക്കിയില്ല, അതിൻ്റെ അകത്ത് നിന്ന് ഈ മൂന്നിൻ്റെയും മെയിൻ ഐഡിയ കിട്ടുന്നുണ്ട്. കാൽക്കുലേഷൻസ് വളരെയധികമുണ്ട്, വളരെ സിസ്റ്റമാറ്റിക്കായിട്ടാണ് കണക്ക് പറഞ്ഞു പോകുന്നത്. നമ്മളെ കയ്യിലുള്ള മെഷീൻസിനെയും ഇതിനെ വെച്ചുള്ള മെട്രിക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിലേക്കൊന്നും പോകുന്നില്ല, വളരെ ബേസിക് ആയിട്ടുള്ള കാര്യം മാത്രം മനസ്സിലാക്കാം. നമ്മൾ അവസാനം വിഷയം ഇതൊക്കെ പഠിക്കാവുന്ന ബ്രാൻഡാണ്. മാത്രമല്ല ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ച് കണ്ടിട്ടില്ല, അങ്ങനെ പേടിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, നമ്മളിത് മൂന്നിനെ കുറിച്ച് ഏതാണ്ടൊരു ധാരണ ഉണ്ടാക്കിയെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻസ് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിൽ, അതായത് ഡിസംബർ 2023 ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയപ്പോൾ ജോബ് പ്രൊഡക്ഷൻ എന്താണെന്ന് ഒന്ന് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഓട്ടോമേഷൻ ആൻഡ് റോബോട്ടിക്സിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇത് നമ്മുടെ മാസ് പ്രൊഡക്ഷൻ്റെ അവസാനം പറയുന്നൊരു സാധനം ആയതുകൊണ്ട് അതുമായിട്ട് റിലേറ്റ് ചെയ്ത് എഴുതാൻ നോക്കുക. ഒന്നുമില്ല, മാസ് പ്രൊഡക്ഷൻ്റെ ഓട്ടോമേഷൻ റോബോട്ടിക്സ് എന്നുള്ള ഗുണങ്ങൾ സാധാരണ നമുക്ക് മനസ്സിൽ വരുന്ന കാര്യങ്ങൾ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി ജൂൺ 2024 വരുമ്പോൾ ബാച്ച് പ്രൊഡക്ഷൻ്റെ അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, യെസ്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. പെർട്ടും CPM തമ്മിലുള്ള വ്യത്യാസം നമുക്കൊന്ന് നോക്കാം. അണ്ടർ വാട്ട് സർക്കംസ്റ്റൻസ് വുഡ് യു യൂസ് പെർട്ട് ആസ് ഒപ്പോസ് ടു ദ CPM ഇൻ പ്രോജക്റ്റ് മാനേജർ. അത് എന്താണെന്നൊന്ന് അറിയണം, അത് തമ്മിലുള്ള ഡിഫറൻസ് ഒന്ന് നോക്കാം. ഓക്കെ, ഒരുപാട് ഡിഫറൻസുകളുണ്ട്, ഒരുപാട് വിശദീകരിച്ച് പറയാനും കണക്ക് ചെയ്യാനും ഉണ്ട്. എന്നാലും പെർട്ടും CPM തമ്മിലുള്ള തൽക്കാലം ഇത്രയും അറിഞ്ഞാൽ മതി. നമ്മളത് ഇതിന് ബാക്കി നമ്മൾ കയ്യിൽ നിന്നിട്ട് എഴുതിയാൽ മതി എന്നുള്ളത് ഞാൻ പറയത്തുള്ളൂ. കാര്യം ലാസ്റ്റ് മൊമെൻ്റ് നമുക്ക് അത്ര ഡെപ്തിൽ പഠിക്കാൻ സമയമൊന്നുമില്ല. ഉണ്ടായിരുന്നെങ്കിൽ പഠിക്കേണ്ടതായിരുന്നു. വളരെ രസകരവും അത്യാവശ്യം നല്ലൊരു സാധനമൊക്കെയാണ്. പോട്ടെ. അപ്പോൾ പെർട്ട് എന്ന് പറയുന്നത് പ്രോജക്റ്റ് ഇവാലുവേഷൻ ആൻഡ് റിവ്യൂ ടെക്നിക്കാണ്. ഇത് ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡാണ്. ഓക്കെ, ഇത് രണ്ടിലും ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു സംഭവത്തിൽ നിന്ന് മറ്റു സംഭവത്തിലേക്ക് പോകാനെടുക്കുന്ന സമയവും കോസ്റ്റുമാണ് നോക്കുന്നത്. അതിൽ പെർട്ട് എന്തിനാണ് ഫോക്കസ് കൊടുക്കുകയെന്ന് ചോദിച്ചാൽ സമയത്തിനാണ് ഫോക്കസ് കൊടുക്കുന്നത്. ഇവിടെ എന്താണ്, നമുക്ക് സമയം ഓൾറെഡി അറിയാം, നമുക്ക് സമയത്തിനെ കുറിച്ച് കൺസേൺ ഇല്ല. പക്ഷേ നമുക്ക് എങ്ങനെ കോസ്റ്റ് കുറയ്ക്കാം, ഏത് പാത്തിലൂടെ പോയാൽ
നമ്മുടെ കോസ്റ്റ് നമ്മൾ വിചാരിക്കും പോലെ മിനിമൈസ് ചെയ്ത് വയ്ക്കാൻ പറ്റും, ബ്രേക്ക് ഡൗണൊന്നും ഇല്ലാതെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ളതാണ് എന്തെന്ന് പറയുന്നത് CPM-ൻ്റെ അകത്തുള്ള അപ്രോച്ച് എന്ന് പറയുന്നത്. പെർട്ടിൻ്റെ അകത്ത് നമ്മൾ അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഒരു ക്ലാരിറ്റി ഇല്ലാത്ത കാര്യങ്ങളൊക്കെ വെച്ച് ചെയ്യാൻ പറ്റും. പക്ഷേ CPM അങ്ങനെയല്ല, കൃത്യം നമുക്കറിയണം എടുക്കുന്ന ടൈം, ഒരിടത്ത് നിന്ന് അടുത്ത സ്ഥലത്തേക്ക് പോകാൻ എടുക്കുന്ന ടൈം സഹിതം അറിഞ്ഞാൽ നമുക്ക് CPM മെത്തേഡ് ഉപയോഗിക്കാൻ പറ്റും. ഇപ്പോൾ രണ്ടും എന്താ ചെയ്യുന്നത്, രണ്ട് പ്രോജക്റ്റുകൾ. അപ്പോൾ ഈ പ്രോജക്റ്റ് എന്ന വാക്ക് ജനറലായിട്ട് യൂസ് ചെയ്യുമെങ്കിൽ നമുക്ക് എവിടെ വേണമെങ്കിലും എടുത്തിടാം. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഞാൻ എന്ത് ചെയ്യാണ്, ഞാനൊരു പുതിയൊരു കട തുടങ്ങാൻ പോകാമെന്ന് വിചാരിച്ചു. ഓക്കെ, ആ കട തുടങ്ങാൻ പോകുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നത് ഒരു പ്രോജക്റ്റാണ്. ഈ പറഞ്ഞ പ്രോജക്റ്റിനെ എനിക്ക് എന്ത് ചെയ്യണം, എങ്ങനെ കുറഞ്ഞ സമയം കൊണ്ട് ചെയ്യാമെന്ന് എനിക്ക് എന്തിലൂടെ കണ്ടെത്താൻ പറ്റും, CPM-ലൂടെ കണ്ടെത്താൻ പറ്റും. അതായത് ഞാൻ കട തുടങ്ങുന്നു, ഞാൻ ഇന്ന് അപ്ലിക്കേഷൻ കൊടുക്കുന്നു, അവിടെ നിന്ന് ഉദ്ഘാടനം ചെയ്യാൻ എനിക്ക് ഇത്ര ദിവസം എടുക്കും എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇങ്ങനെ ഒന്ന് കണക്ട് ചെയ്തൊരു നെറ്റ്വർക്ക് എനിക്ക് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റുമെങ്കിൽ, ടൈം സ്പെസിഫൈ ചെയ്യുന്ന നെറ്റ്വർക്ക് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റുമെങ്കിൽ എനിക്ക് അവിടെ ക്രിട്ടിക്കൽ പാത്ത് കണ്ടുപിടിക്കാനും പറ്റും, ഏറ്റവും കോസ്റ്റ് കുറഞ്ഞ പാത്ത് ഏതാണെന്ന് എനിക്ക് നിശ്ചയിക്കാനും പറ്റും. പക്ഷെ അങ്ങനെയല്ല, പെർട്ട് ക്ലാരിറ്റി ഇല്ലാത്ത കാര്യങ്ങൾ വെച്ച് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെയ്തു പോകാൻ പറ്റും. അപ്പോൾ ഇത് പ്രോപ്പർ ആക്ടിവിറ്റി ബേസ്ഡ് ആണെന്ന് പറയുന്നു, ഇത് ഇവൻറ്റ് ബേസ്ഡ് ആണെന്ന് പറയുന്നു. അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ച് പെർട്ട് ചെയ്യാൻ പറ്റും, പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ എവിടെ ഉപയോഗിക്കാൻ പറ്റും, CPM അഥവാ ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റും. ഇവിടുത്തെ ഫോക്കസ് ടൈം കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്, ഇവിടെ കോസ്റ്റ് കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. ഡെവലപ്പ് ചെയ്ത വർഷമൊന്നും വലിയ കഥയില്ല. പിന്നെ പെർട്ട് ഈ പറയുന്ന പോലെ ഒരു പ്രോബബിലിറ്റിയാണ്, മറ്റേത് പ്രോപ്പർ ഡിറ്റർമിനിസ്റ്റിക്കാണ്. അതായത് നമുക്കിവിടെ ഒരു ക്ലാരിറ്റി ഉണ്ട്, ടൈം എത്ര എടുക്കുമെന്നുള്ളതിനെക്കുറിച്ചൊരു ക്ലാരിറ്റി ഉണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, നമ്മൾ പ്രാക്ടിക്കലി ചെയ്യുമ്പോൾ അറിയാം ഏറ്റവും എന്താ പറയുക, ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള ടൈം, നമുക്ക് ഏറ്റവും നല്ല ടൈം എന്താണ്, ഏറ്റവും മോശമായ ടൈം എന്താണ്, ഇത് രണ്ടിൻ്റെ നടുക്കിൽ വരുന്ന ലൈക്ലി ടൈം, അങ്ങനെ 3 രീതിയിൽ, അതാണ് 3 ടൈം എസ്റ്റിമേറ്റ്സ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലേ? 3 രീതിയിലാണ് നമ്മൾ ടൈം നോക്കുന്നത്. നമുക്ക് ഒരു ജോലി ചെയ്ത് തീർക്കാൻ ഏറ്റവും ഉത്തമമായ എത്ര സമയം കൊണ്ട് തീർക്കാൻ പറ്റും, ഏറ്റവും മോശമായിട്ട് പോയാൽ എത്ര സമയം എടുക്കാം, ഇതിൻ്റെ നടുക്കിൽ എത്ര സമയം, ഒരു ലൈക്ലി ആയിട്ടുള്ള എത്ര സമയം കൊണ്ട് തീർക്കുന്നതാണ്. ഇങ്ങനെ 3 സമയം വെച്ചിട്ടാണ് പെർട്ട് ചെയ്ത് പോകുന്നത്. അത്യാവശ്യം കോംപ്ലിക്കേറ്റഡ് ആണ് പെർട്ട് എന്ന് പറയുന്നത്. CPM കുറച്ചും കൂടെ എളുപ്പമാണ്, ക്രിട്ടിക്കൽ പാത്ത്. പക്ഷേ അവിടെ ഒരു പ്രശ്നമെന്ന് പറയുന്നത് നമുക്ക് കൃത്യം എന്തറിയണം, ഈ പറഞ്ഞ പോലെ ടൈമുകൾ അറിയാൻ പറ്റണം. ഓക്കെ, ഇതാണ് ഒരു ബേസിക് ഐഡിയ. സത്യം പറഞ്ഞാൽ ഒരുപാടുണ്ട്, വളരെ ഡെപ്തിൽ, വളരെ മാത്തമെറ്റിക്കലി ചിന്തിച്ച് നമുക്ക് റിയൽ ലൈഫ് ആപ്ലിക്കേഷനൊക്കെ കൊണ്ടുവരാൻ പറ്റുന്ന സാധനങ്ങളാണ്. തൽക്കാലം ഇത്ര കൊണ്ട് നിർത്തിയാണ്, വേറൊന്നും കൊണ്ടല്ല. നമുക്ക് നോക്കാം. പരീക്ഷയ്ക്ക് അധികം ചോദിച്ച് കണ്ടിട്ടില്ല, അത്ര ഡെപ്തിൽ ചോദിച്ച് കണ്ടിട്ടില്ല. ചോദിച്ചാലും പെർട്ടും CPM ബേസിക് കോൺസെപ്റ്റുകളെ ചോദിക്കാറുള്ളൂ. ഒരു ഐഡിയ മനസ്സിലുണ്ടാക്കി വയ്ക്കുക, ബാക്കി കുറേ നമുക്ക് 20 മാർക്കിന് എഴുതി എത്തിക്കാൻ ശ്രമിക്കുക. ഓക്കെ, നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻസ് ഒന്നുകൂടെ നോക്കാം. അടുത്തത് ഡിസംബർ 2024 ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് വരുമ്പോൾ നമ്മൾ നേരത്തെ കണ്ടൊരു കമ്പാരിസനാണ്. എന്തൊക്കെ തമ്മിൽ? ജോബ് പ്രൊഡക്ഷനും മാസ് പ്രൊഡക്ഷനും ബാച്ച് പ്രൊഡക്ഷനും തമ്മിലുള്ള കമ്പാരിസനാണ് ചോദിച്ചത്. നമ്മൾ കണ്ട കാര്യമാണ്. ഓക്കെ, ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഈ ഒരു ബ്ലോക്കിൻ്റെ അകത്ത് എന്താണ് ജോബ് പ്രൊഡക്ഷൻ, എന്താണ് ബാച്ച് പ്രൊഡക്ഷൻ, എന്താണ് മാസ് പ്രൊഡക്ഷൻ, ഇവരുടെയൊക്കെ ഒരു ബേസിക് അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് നോക്കി വയ്ക്കുക. അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് അറിയാമെങ്കിൽ എന്ത് എഴുതാം, ഫീച്ചേഴ്സ് ചോദിച്ചാൽ രണ്ടും കൂടെ കലർത്തി എഴുതിയാൽ മതി. പിന്നെ പെർട്ടിനെ കുറിച്ചൊരു ബേസിക് ഐഡിയ, CPM-നെ കുറിച്ചൊരു ബേസിക് ഐഡിയ, ഇത്രയും ഉണ്ടാക്കി വയ്ക്കുക. അല്ലാതെ ഒരുപാട് കാര്യങ്ങളുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. ബട്ട് പരീക്ഷയ്ക്ക് ഇതൊക്കെ ചോദിച്ച് കണ്ടിട്ടുള്ളൂ. നിങ്ങളൊന്ന് നോക്കാം, എന്തെങ്കിലും അറിയണമെന്ന് തോന്നുന്നേ പറയാം. ഓക്കെ, താങ്ക് യു.